പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനൊരു പുതിയ ഗണ്ണ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു ഗണ്ണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതൊരു 600 രൂപയുടെ ആയിരുന്നു. ലോക്കൽ ഗണ്ണായിരുന്നു. അതിനുശേഷം ഇലക്ട്രിക്കിൽ വാങ്ങിച്ചു. ഇതൊക്കെ വാങ്ങിച്ചത് എനിക്കൊരു വണ്ടി ഉണ്ട്, അതൊന്ന് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയാണ്. എന്തായാലും ഞാൻ പെയിൻ്റ് അടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. സ്വന്തമായിട്ട് പെയിൻ്റ് അടിക്കാൻ വേണ്ടി പെയിൻ്റ് അടിച്ചേ അടങ്ങത്തുള്ളൂ. നമുക്ക് കംപ്രസറും കാര്യങ്ങളൊന്നുമില്ല. ടയറിൽ എയർ നിറച്ചിട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നോക്കിയത്. അതുകൊണ്ട് ആ ഗണ്ണ് പറ്റിയില്ല. നമ്മൾ എയർ കൺട്രോളറൊന്നും ഇല്ലാത്ത ഒരു 600 രൂപയുടെ ലോക്കൽ ഗണ്ണ് വാങ്ങിച്ചായിരുന്നു. അത് പറ്റില്ല. അത് കഴിഞ്ഞ് ഇലക്ട്രിക്കൽ വാങ്ങിച്ചു. ഇലക്ട്രിക്കൽ ശരിയല്ല. ഇലക്ട്രിക്കൽ നല്ല രീതിയിൽ ഹീറ്റാകും. പിന്നെ പെയിൻ്റ് അത്ര കൺട്രോളൊന്നും നമ്മുടെ കയ്യിലൊന്നും നിൽക്കത്തില്ല. ഒരുപാട് പെയിൻറ്റ് വേസ്റ്റാണ്. അതുകൊണ്ട് അടിക്കാൻ പറ്റത്തില്ല എന്നല്ല, അടിക്കാൻ പറ്റും. ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ആയിരുന്നു വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന സാധനങ്ങളാണ്. 600 ml ക്യാൻ വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. ഇത് അധികം നേരം റൊട്ടേറ്റ് ചെയ്യണ്ട, ഒറ്റപ്പിരി തുറന്നു വരും. നല്ല തിക്നെസ്സൊക്കെ ഉണ്ട്. ഇതിൻ്റെ കമ്പനി അറിയാലോ, ഇത് നമ്മുടെ സാധാരണ ടൂളൊക്കെ വരുന്ന കമ്പനിയാണ്, ഈസ്റ്റ്മാൻ്റെ. അവരുടെ JRS ഡ്രൈവ് എന്നുള്ള ഒരു സംഭവത്തിൽ നിന്ന് വരുന്നതാണ്. ഇത് മെയ്ഡ് ഇൻ ചൈന ആണ്. ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ സെയിൽ ചെയ്യുന്നതാണ് ഈ സംഭവം. 1.4 mm 600 ml, മറ്റുള്ളത് 3-4 ബാർ, ജൂലൈ 2024. അപ്പോൾ ഇതാണ് ഗണ്ണിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. ക്ലീൻ ചെയ്യാനുള്ള ബ്രഷും പിന്നെ ഇതിൻ്റെ ഇതൊക്കെ ഊരാൻ വേണ്ടിയുള്ള ഒരു ടൂളും വന്നിട്ടുണ്ട്. പിന്നെ പൈപ്പ് കണക്ട് ചെയ്യാനുള്ള. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതിൻ്റെയൊക്കെ ഇവിടെയൊക്കെ എയർ ലീക്ക് ഉണ്ടായിരുന്നു. ഇതാണപ്പോൾ ഗണ്ണ്. ഇതിന് എയർ കൺട്രോളറുണ്ട്. എയർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഇതിൻ്റെ മാക്സിമം പ്രഷർ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇപ്പോൾ 45 PSI ആണ്. നമുക്കധികം 45-ന് മുകളിലോട്ടൊന്നും ആവശ്യമില്ല. ഒരു 20-35 മതി. നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിൽ കാണുന്ന പടത്തിൽ ഇവിടെ ഒരു ചെറിയൊരു ബ്ലാക്ക് പെയിൻറ്റ് പോലെ കാണുന്നുണ്ട്, പക്ഷേ ഇതിന് ബ്ലാക്ക് പെയിൻ്റ് ഒന്നുമില്ല. ഇത് എയർ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇത് ഫ്ലോ, ഇത് പാറ്റേണിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റാണ്, ഓൺ ഓഫ്. പിന്നെ ഇതിൻ്റെ നോസിലിൻ്റെ ഒക്കെ വ്യത്യാസം കണ്ടോ, നല്ല 1200 രൂപയാണ്. ഇതുണ്ട്, ഇവിടെ ചെറിയ ചെറിയ ഹോളുകളാണ് ഉള്ളത് ഇതിൻ്റെ ചുറ്റും. ഈ സെൻട്രൽ ലൈൻ നോസിലിന് ചുറ്റും. നമ്മൾ ആദ്യം വാങ്ങിച്ചതിന് മൊത്തത്തിലൊരു റൗണ്ടായിരുന്നു, അത് കുറച്ച് സൈഡിലോട്ട് മാറിയിട്ടായിരുന്നു ഇരുന്നത്. അത്ര അലൈൻമെൻ്റ് ഒന്നും കറക്റ്റൊന്നുമല്ല. അല്ല, ബ്രാസിൻ്റെയാണ്. ഇത് ഇപ്പോൾ അകത്തോട്ട് വരെ ഇവിടെ ഒരു ലോക്കുണ്ട് കേട്ടോ, ഒരു സ്പ്രിങ് ലോക്കുണ്ട് ഇവിടെ. നമുക്ക് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും വെച്ചടിക്കാം. അപ്പം നമ്മൾ പെയിൻറ്ററും കാര്യങ്ങളൊന്നുമില്ല, എന്തായാലും അടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്തായാലും ഇതിനി വെള്ളം നിറച്ചൊന്ന് നോക്കണം എങ്ങനെയുണ്ടെന്ന്. നമുക്ക് പറ്റുന്ന വിധത്തിട്ടില്ലെങ്കിൽ റിട്ടേൺ ആക്കണം. റിട്ടേൺ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഉപയോഗിച്ച് പെയിൻ്റൊക്കെ പറ്റി കുളമാക്കിയത് കൊടുക്കരുത്. ആദ്യം വെള്ളമൊക്കെ ഒഴിച്ച് ടെസ്റ്റ് ചെയ്യുക, അതിനുശേഷം മാത്രം റിട്ടേൺ കൊടുക്കുക. ഏകദേശം 1 കിലോയോളം വെയിറ്റ് ഉണ്ട് ഈ സാധനത്തിന്. കപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ കടകളിൽ കിട്ടും, 10-200 രൂപയ്ക്കൊക്കെ കപ്പുകൾ കിട്ടും, ഇതിൻ്റെ ചെറുതൊക്കെ കിട്ടും. ഞാൻ കടയിൽ ചോദിച്ചായിരുന്നു, കടയിൽ ഏറ്റവും കുറഞ്ഞ വില 2000 രൂപയാണ്. അതുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങിച്ചില്ല, ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ എയറിൽ സക്ക് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഒരു എയർ വേണമല്ലോ, അല്ലെങ്കിൽ വാക്വം ആയി പോവില്ലേ. കുഴപ്പമില്ല, അത് മൊത്തത്തിലൊരു നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെ കാണുന്നുണ്ട്. കാണുമ്പോഴേ ഒരു ആണ് പറയുന്നത്, സാധനം നല്ലതായിരിക്കുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതിയിരിക്കുന്നത്, എല്ലാത്തിൻ്റെ പേരുകൾ എഴുതിയിട്ടുണ്ട്. അസംബ്ലി ഡയഗ്രം ഉണ്ട് ഇതിൻ്റെ. നമ്മൾക്ക് ക്ലീൻ ചെയ്യാനും ഇതിൻ്റെ ഓരോ പാർട്സുകൾ വാങ്ങിക്കാൻ കിട്ടും. പൊതുവെ എല്ലാ ടൂൾസുകളും വരുന്ന കമ്പനിയാണല്ലോ.
അത് കാരണം ഇതിൻ്റെ പാർട്സുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നോസിൽ വേണമെങ്കിൽ വേറെ വാങ്ങിച്ചിടാവുന്നതാണ്. ഇരുപത് തൊട്ട് 30 PSI വരെ നല്ല അടിപൊളിയായിട്ട് വർക്കാവുമെന്ന് എഴുതിയിട്ടുണ്ട്. 43 PSI അതുകൊണ്ട് കുഴപ്പമില്ല. ഇതൊരു കാരണവശാലും കളയരുത്. നമുക്ക് പിന്നീട് ക്ലീൻ ചെയ്യുമ്പോൾ ഇത് മൊത്തമായിട്ട് അഴിക്കേണ്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് നോക്കിയിട്ട് പിന്നീട് അസംബിൾ ചെയ്താൽ മതി. അത് നോസിലിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരുന്നു. 1.4 mm, 1.7 mm, 2 mm. പ്രഷർ റിക്വയർഡ് 15 to 43 PSI. കംപ്രസർ 1 HP. നമ്മുടെ അടുത്ത് കംപ്രസറൊന്നുമില്ല. നമ്മൾ ടയറിൽ എയർ നിറച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്യൂബ് എടുത്ത് ടയറിലിട്ടാൽ മതിയെന്ന്. അങ്ങനെ ഇട്ട് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറെ PVC പൈപ്പിംഗ് കൊണ്ട് ഒരെണ്ണം ഉണ്ടാക്കി നോക്കാം. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇതാണ് JRS ഡ്രൈവിൻ്റെ ഗണ്ണ്. ഫ്ലിപ്കാർട്ടിലുണ്ട്. വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് വാങ്ങിക്കാവുന്നതാണ്. വെബ്സൈറ്റിൽ കുറച്ച് വില കൂടുതലാണ്. 1800 സംതിങ് വരുന്നുണ്ട്.